far as the church is concerned. സഭയെ സംബന്ധിച്ചുള്ള ബന്ധത്തിൽ കർത്താവിനോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. We have to learn a lot of things in the church, new things. സഭ എന്നുള്ള നിലയിൽ നമുക്ക് പല കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. In the last 2-3 months, the Lord has been impressing my heart about new things. കഴിഞ്ഞ 2-3 മാസങ്ങളായി പുതിയ കാര്യങ്ങളെ പറ്റി കർത്താവിന്റെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. Isaiah 43:19. ഹല്ലേലൂയ. യെശയ്യാവ് 43:19. I want you all to be taking a break, just get into understanding the word. Don't be in a hurry. There's a very good lunch being prepared for you. Don't run away. We're just going to enjoy the spiritual fruit. My friend, I've traveled all the way from. So good you could make it, my brother. Praise the Lord. Hallelujah. Thank you, ഹല്ലേലൂയ. Jesus. കടന്നു വന്ന എല്ലാവർക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നമുക്ക് You came in time for the word. Praise the Lord. ആമേൻ. ദൈവത്തിന്റെ സമയത്ത് തന്നെ പ്രിയപ്പെട്ടവർ വന്നു. Let's look to Isaiah 43:19. യെശയ്യാവ് 43:19 നോക്കാം. It's beautiful. ഹല്ലേലൂയ. Thank you. Amen. Thank you. Yes. Thank you. Did you read that? നിങ്ങളത് വായിച്ചോ, ശ്രദ്ധിച്ചോ? I will even make a way in the wilderness മരുഭൂമിയിൽ ഒരു വഴി ഉണ്ടാക്കുന്നു, and rivers in the desert. അല്ല നിർജ്ജന ദേശത്ത് നദികൾ ഉണ്ടാകും. Let me start by telling you this was my experience last week. കഴിഞ്ഞ ആഴ്ചത്തെ എന്റെ അനുഭവമാണ് ഈ പറയുന്നത്. I came to a place where I did not know what to do. എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്തൊരു സാഹചര്യത്തിൽ ഞാൻ എത്തി. I have certain principles in life. I will not compromise. May the Lord help me to do that. ഹല്ലേലൂയ. ചില കാര്യങ്ങളിൽ ഞാൻ വിട്ടുവീഴ്ച ചെയ്യത്തില്ല എന്നുള്ള ചില തത്വങ്ങൾ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ ചെയ്തു. The Lord opened some water ദൈവം ചില നദികൾ തുറന്നു. where there was a desert. ഹല്ലേലൂയ. ആ മരുഭൂമിയിൽ ദൈവം വെള്ളം കാണിച്ചു. Abraham. അബ്രഹാം. ഹല്ലേലൂയ. അബ്രഹാം. Before he became Abraham, അദ്ദേഹം അബ്രഹാം ആയതിനു മുമ്പ് he was Abram. അദ്ദേഹത്തിന്റെ പേര് അബ്രാം എന്നായിരുന്നു. He and his wife Sarah set out as God called them. ദൈവം വിളിച്ചതനുസരിച്ച് അവർ പുറപ്പെട്ടു. And as they were going, there was famine. അവരുടെ യാത്രയിൽ അവർക്ക് ക്ഷാമത്തെ അഭിമുഖീകരിക്കേണ്ടി വന്നു. They were called by God. ദൈവം അവരെ വിളിച്ചതാണ്. Still there was famine. എങ്കിലും ക്ഷാമമുണ്ടായി. You may be called by God. ദൈവത്താൽ വിളിക്കപ്പെട്ടാലും Still you may go through difficult situations. പ്രതികൂലങ്ങളിൽ കൂടി പോകേണ്ടി വന്നേക്കും. Hallelujah. Praise the Lord. False theology tells you ഹല്ലേലൂയ. ദുരുപദേശങ്ങൾ ഇങ്ങനെ പറയും, if you go with God, everything is okay. ദൈവത്തോടുകൂടെ പോയാൽ എല്ലാം കുഴപ്പമില്ല. Wrong doctrine. തെറ്റായ ഡോക്ടറിനാണ്. Abraham went with God. അബ്രഹാം ദൈവത്തോടൊപ്പം പോയി. Abraham went with അബ്രഹാം ആരുടെ കൂടെ പോയി? Abraham went with the vision of God. ദൈവത്തിന്റെ ദർശനത്തിനൊപ്പം പോയി. But there was a desert. എന്നാൽ ഒരു മരുഭൂമി There ഉണ്ടായി. was a famine. ഒരു ക്ഷാമം ഉണ്ടായി. Some people are telling you ചിലർ ഇങ്ങനെ പറയും, it is your fault that you are in the desert. നീ മരുഭൂമി വന്ന് നിന്റെ കുഴപ്പം കൊണ്ടാണ്. You are accusing yourself നിങ്ങളെ തന്നെ നിങ്ങൾ കുറ്റം that വിധിക്കുക. it is your fault. നിങ്ങളുടെ കുറ്റമാണെന്ന്. The Lord knows the tears of your heart. നിങ്ങളുടെ ഹൃദയത്തിന്റെ കണ്ണുനീർ കർത്താവ് കാണുന്നു. And the Lord raises up people to pray for you. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം ആളുകളെ എഴുന്നേൽപ്പിക്കും. The Lord is carrying your burden. ദൈവം നിങ്ങൾക്ക് ഹല്ലേലൂയ സ്തോത്രം Carrying your burden. ഹല്ലേലൂയ നിങ്ങളുടെ ഭാരങ്ങളെ കർത്താവ് വഹിക്കുക. So Abraham did not know that. അബ്രഹാമിന് അത് അറിയത്തില്ല. Abraham went into the desert. അബ്രഹാം മരുഭൂമിയിൽ പോയി. And he went into Pharaoh. ഫറവോന്റെ അടുക്ക് പോകേണ്ടി വന്നു. Was it right to go to Pharaoh? ഫറവോന്റെ അടുക്ക് പോകുന്നത് നീതിയായിരുന്നു. Abraham did not know. അബ്രഹാമിന് അറിയത്തില്ലായിരുന്നു. Nobody told him it was wrong. തെറ്റാണെന്ന് ആരും പറഞ്ഞില്ല. But later, the fruit of his life proved that the decision that he took was wrong. എന്നാൽ തന്റെ ജീവിതത്തിന്റെ ഫലം താൻ എടുത്ത തീരുമാനം തെറ്റാണെന്ന് തെളിയിച്ചു. God brought Abraham back. ദൈവം അബ്രഹാമിനെ മടക്കി കൊണ്ടുവന്നു. He saved Sarah. സാറായെ ദൈവം രക്ഷിച്ചു. Remember, in a time of famine, ഒരു ക്ഷാമകാലത്ത് you might take decisions. നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കും. It may be wrong. ചിലപ്പോൾ തെറ്റായിരിക്കും. You don't do it purposely. നിങ്ങൾ ഉദ്ദേശത്തോടെ But the ചെയ്തായിരിക്കും. Lord is faithful to bring you back. എന്നാൽ നിങ്ങളെ മടക്കി കൊണ്ടുവരാൻ ദൈവം വിശ്വസ്തനാണ്. Because He refuses to let go of you. എന്നാൽ നിങ്ങളെ വിട്ടുപോകുവാൻ Some of you sitting here, ഇവിടെ ഇരിക്കുന്ന ചിലർ you are in a desert. നിങ്ങളൊരു മരുഭൂമിയിലാണ്. You don't know what to do. എന്ത് ചെയ്യണമെന്ന് I അറിയത്തില്ല. tell you, take a step of faith. ഞാൻ പറയുന്ന വിശ്വാസത്തിന്റെ ഒരു ചുവടെടുക്കുക. Move forward. മുന്നോട്ട് പോവുക. Even if you're not taking the right step, ശരിയായ തീരുമാനം അല്ലെങ്കിലും you are putting your leg into Almighty God's hand. ഹല്ലേലൂയ. നിങ്ങളുടെ ചുവട് വയ്ക്കുന്നത് സർവ്വശക്തനായ ദൈവത്തിന്റെ കരങ്ങളിലായി. Do it by faith. വിശ്വാസത്താൽ ചെയ്യണം. God will change it to His ways. ദൈവം അതിനെ തന്റെ വഴികളിലേക്ക് മാറ്റും. What God doesn't like is you not taking any step. ഒരു ചുവട് എടുക്കാതിരിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമില്ലാതെ. My brother took a decision 1 week ago. ഒരു എന്റെ സഹോദരൻ ഒരാഴ്ചക്ക് മുമ്പ് തീരുമാനം എടുത്തു. He put his hand into the car wheel. ഹല്ലേലൂയ. അതേ കാറിന്റെ വീൽ സ്റ്റിയറിംഗ് വീൽ അദ്ദേഹം കൈവച്ചു. He made it. അദ്ദേഹം അത് കണ്ടു. You know what legalistic people say? ഹല്ലേലൂയ. അതേ പരീശന്മാർ എന്ത് പറയുമെന്ന് അറിയാമോ? It is right, this is wrong, this is right, this is wrong. They are still under the law. ഹല്ലേലൂയ. ഇത് ശരി ഇത് തെറ്റെന്ന് പറഞ്ഞ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കും. അവർ ഇപ്പോൾ In ന്യായപ്രമാണത്തിൽ the new covenant, you go by faith, പുതിയ നിയമത്തിൽ നമ്മൾ വിശ്വാസത്താൽ പോകും. not by right and wrong. തെറ്റ് ശരി നോക്കിയല്ല. What is your faith? എന്താണ് നിങ്ങളുടെ വിശ്വാസം? That God is with you. ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്. If God is with you, ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ can you go wrong? നിങ്ങൾക്ക് തെറ്റാകാൻ പറ്റുമോ?
God is. How many of you are God with you? എത്ര പേരുടെ കൂടെ ദൈവമുണ്ട്? Take a step of faith. വിശ്വാസത്തിന്റെ ചുവടെടുക്കുക. Let it be anything. എന്ത് വിഷയമാകട്ടെ. I trust you. God trusts you not to fall into sin. ഹല്ലേലൂയ. നിങ്ങളും ഞാനും നിങ്ങൾ പാപത്തിൽ വീഴത്തിലും ദൈവത്തിനും അറിയാം, എനിക്കറിയാം. No sensible person will go and sin. ആരും മനഃപൂർവ്വമായ ദൈവങ്ങൾ പാപം But I'm ചെയ്യില്ല. talking about issues of life. ജീവിതത്തിന്റെ വിഷയങ്ങളെ പറ്റി പറയുക. I don't know what to do. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. Take a step of faith. Come on. വിശ്വാസത്തിന്റെ ഒരു ചുവടെടുക്കുക. I am right there with you. ഹല്ലേലൂയ. ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. Don't worry about what is right and wrong. You do it. തെറ്റോ ശരിയോ എന്ന് ചിന്തിക്കണ്ട, നീ ചെയ്യുക. God will strengthen you. ദൈവം നിന്നെ ബലപ്പെടുത്തും. He will help you. ദൈവം നിങ്ങളെ That ശക്തീകരിക്കും. is what God did for Abraham. അതാണ് അബ്രഹാമിന് വേണ്ടി ദൈവം ചെയ്തത്. We are actually in the Jesus covenant, in the new covenant. നമ്മൾ യഥാർത്ഥത്തിൽ യേശുവുമായുള്ള ഉടമ്പടി പുതിയ നിയമത്തിലാണ്. The New Testament covenant of Jesus Christ as a lot of things with Abraham, the Abrahamic covenant. ഹല്ലേലൂയ. അബ്രഹാമും ഉടമ്പടിയുമായിട്ടുള്ള അനേക കാര്യങ്ങൾ യേശുവുമായുള്ള ഉടമ്പടിയിലുണ്ട്. Hallelujah. We go by the promises of God. നാം ദൈവത്തിന്റെ വാഗ്ദത്തത്തിലാണ് പോകുന്നത്. God called Abraham. ദൈവം അബ്രഹാമിനെ വിളിച്ചു. Abraham left his dear ones. തന്റെ പ്രിയപ്പെട്ടവരെ അബ്രഹാം വിട്ടു. Abraham left everything തനിക്കുള്ളതൊക്കെ വിട്ടു. and he followed God. കർത്താവിനെ പിൻപറ്റി. On the way, വഴിയിൽ വെച്ച് Abraham did not know the right and the wrong. തെറ്റും ശരിയും അറിയത്തില്ലായിരുന്നു. If Moses was there, മോശ ഉണ്ടായിരുന്നെങ്കിൽ he would have told what is right and wrong. മോശ പറഞ്ഞു കൊടുത്തേനെ. Moses was a man of law. മോശ Abraham ന്യായപ്രമാണം did not know what was right and wrong. തെറ്റും ശരി തിരിച്ചറിയാൻ അബ്രഹാം He looked അറിയത്തില്ല. at Egypt. ഈജിപ്തിലേക്ക് നോക്കി. It was wrong to do that. തെറ്റായിരുന്നു. God brought him back. എന്നാൽ ദൈവം അവനെ മടക്കി കൊണ്ടുവന്നു. That's a message. അതാണ് സന്ദേശം. Abraham's faith has been accepted by God. അബ്രഹാമിന്റെ വിശ്വാസത്തെ ദൈവം അംഗീകരിച്ചു. Because Abraham believed, God said, this guy is righteous. ഹല്ലേലൂയ. അബ്രഹാം വിശ്വസിച്ചോട് ദൈവം പറഞ്ഞു ഇവൻ It നീതിമാനാണ്. is not right and wrong, it is your faith that matters. ആമേൻ. നിന്റെ ശരിയോ തെറ്റോ അല്ല, നിന്റെ വിശ്വാസമാണ് If പ്രധാനം. your faith is right, നിന്റെ വിശ്വാസം ശരിയെങ്കിൽ, if your faith is coming from heaven, സ്വർഗ്ഗത്തിൽ നിന്ന് കിട്ടുന്ന then വിശ്വാസമാണെങ്കിൽ it will lead you into the paths of righteousness. ആ വിശ്വാസം നിന്നെ നീതിയുടെ വഴികളിലേക്ക് നടത്തും. David, ദാവീദ് a man of God, ദൈവത്തിന്റെ ദാസൻ he sang like this in Psalms 23. ഇങ്ങനെ 23 സംഗീതത്തിൽ പാടി. Lead me in paths of righteousness for his own name. I will lead you in paths of righteousness for his own name's sake. തിരുനാമം നിമിത്തം അവനെ നീതിപാതകളിൽ നടത്തുന്നു. He leads me in paths of righteousness. ദൈവം എന്നെ നീതിപാത നടത്തുന്നു. But you know what Moses sings മോശ എന്താ പാടുന്നത്? under the law? ന്യായപ്രമാണത്തിൽ, Oh Lord, let me be right, let me be right, let me be right every day. That is what Moses prays. മോശ പറയുന്നത് എല്ലാ ദിവസവും ഞാൻ ശരിയായിരിക്കണം, ശരിയായിരിക്കണം, You ശരിയായിരിക്കണം. know what Abraham says? അബ്രഹാം എന്താ പറയുന്നത്? I believe, I believe, I believe, I believe, I Amen. trust you, I hold on to you, Amen, I hold amen, on to amen. you. ഹല്ലേലൂയ. അബ്രഹാം പറയാൻ ഞാൻ അങ്ങേ വിശ്വസിക്കുന്നു, അങ്ങേ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങേ മുറുകെ പിടിക്കുന്നു, ഞാൻ അങ്ങയുടെ വഴികളിൽ നടക്കുന്നു. Moses says, let me see the right thing first. ഹല്ലേലൂയ. മോശ പറയും ഞാൻ ഒന്നാമത് ശരി അറിയട്ടെ. Let me know what is going to happen. എന്താ നടക്കാൻ പോകുന്നത്? Let me see the Red Sea parting. ഓ ചെങ്കടൽ പിളരുമോ ഞാൻ കാണട്ടെ. That's what Moses is called for. That is his calling. അതാണ് മോശയുടെ വിളി. But Joshua came. ജോഷുവ വന്നു. Joshua put his foot into the river Jordan. ഹല്ലേലൂയ. ജോഷുവ തന്റെ കാൽ ജോർദാൻ നദിയിലേക്ക് വെച്ചു. The first generation of Israel, children of Israel, were Moses. ഹല്ലേലൂയ. ഒന്നാമത്തെ ഇസ്രായേലിന്റെ He തലമുറ. stood in the bank of the Red Sea and started praying, Oh Lord, help me. അവർ ചെങ്കടൽ തീരത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. An east wind came and parted the sea. ഒരു കിഴക്കൻ കാറ്റ് വന്ന് കടലിനെ വിഭജിച്ചു. Now when it came to Joshua being the leader, എന്നാൽ ജോഷുവ നേതാവായപ്പോൾ Joshua did not look back to Moses മോശയെ നോക്കിയില്ല. and say, what can I do, Moses? You are dead now. What would I do? Where is it written in what to do in front of Jordan? ഹല്ലേലൂയ. മോശെ അങ്ങ് മരിച്ചുപോയല്ലോ, ജോർദാൻ പിളർക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് എഴുതിയിട്ടില്ലല്ലോ. Somebody greater than Moses was with Joshua. ഹല്ലേലൂയ. മോശയേക്കാൾ വലിയവനായ ഒരുവൻ ജോഷുവയുടെ കൂടെ ഉണ്ടായിരുന്നു. He told Joshua, take a step of faith. Come on, Joshua. ഹല്ലേലൂയ. ആ വ്യക്തി പറഞ്ഞു, ജോഷുവ നീ ഒരു ചുവടെടുക്ക്. Oh, the river Jordan is overflowing, Lord. അതേ യോർദാൻ കരകവിഞ്ഞൊഴുകുകയാണ്. Please pray that the river Jordan will stop. ഹല്ലേലൂയ. ഈ വെള്ളപ്പൊക്കം നിൽക്കാനെന്ന് പ്രാർത്ഥിച്ച്. God did not agree that. ദൈവം അത് സമ്മതിച്ചില്ല. Joshua, you take a step of faith. ജോഷുവ നീ വിശ്വാസ ചുവടെടുക്ക്. Put your foot down. നിന്റെ കാല് താഴ്ത്ത്. Take a step of faith. വിശ്വാസത്തിന്റെ ചുവടെടുക്ക്. The minute he did that, അത് ചെയ്ത നിമിഷത്തിൽ the waters parted. വെള്ളത്തിന്റെ ഒഴുക്ക് നിലച്ചു. Joshua sings a song of faith. വിശ്വാസത്തിന്റെ ഒരു പാട്ട് ജോഷുവ പാടി. Take a step of faith വിശ്വാസത്തിന്റെ ഒരു into the Jordan, യോർദാനിലേക്ക് because God is right there with you. കാരണം ദൈവം അവിടെ നിന്റെ കൂടെ The ഉണ്ട്. God who created Jordan is right there with you. യോർദാനെ സൃഷ്ടിച്ച ദൈവം അവിടെ നിന്റെ അടുത്തുണ്ട്. Many people are waiting for the right time. അനേകർ നല്ല സമയത്തിന് വേണ്ടി If കാത്തിരിക്കുന്നു. God is with you, this is the best time. ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്, ഇതാ ഏറ്റവും നല്ല സമയം. In the New Testament, you are beyond times. ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ നിങ്ങൾ സമയത്തിന് അതീതനാണ്. Seasons and stars and moon and all these things have no sway or hold on you. സമയങ്ങള് കാലങ്ങള് ആഴ്ചകൾ ഇതിനൊന്നും നിങ്ങളുടെ മേൽ ഒരു പിടിയുമില്ല. A lot of people, they look for the right star before they can take a step forward. ചിലര് ഹല്ലേലൂയ സ്തോത്രം ചില ശകുനം നോക്കിയിട്ടാണ് ചില ചൂടുകൾ വെക്കുന്നത്. Yeah, some people in the east especially, they wait for the right time.
Is the Rahu over? Is Guliga over? Is Kedu over? After all these things, we'll take a step of faith. That is not so for the children of God. ആമേൻ. പ്രത്യേകിച്ച് കിഴക്ക് ദേശക്കാര് മുഹൂർത്തം, രാഹു, കേതു ഇതൊക്കെ നോക്കുന്നവരെ ഇത് ദൈവമക്കൾക്കുള്ളതല്ല. We are above all these things. നമ്മൾ ഇതിലെല്ലാം ഉയരത്തിലിരിക്കുക. ആമേൻ. We who are seated with Christ is above every star and every moon and every sun and everything that this world can offer. ഈ ലോകത്തിന് എന്തൊക്കെ തരാൻ പറ്റുമോ ഇതിനെക്കാളെല്ലാം അത്യന്തം മീതെ ക്രിസ്തുയേശുവിൽ നമ്മൾ ഇരുത്തപ്പെട്ടിരിക്കുന്നു. So with Christ, this is the best time. അല്ലേ, ക്രിസ്തു നമ്മുടെ കൂടെ ഉണ്ട്, ഇതാ നല്ല സമയം. Joshua put his best leg forward. ജോഷുവയുടെ കാല് ജോഷുവ മുന്നോട്ട് വെച്ചു. Something happened. ഒരു കാര്യം നടന്നു. Can you turn to somebody and say something will happen? ആമേൻ. അടുത്ത ആളിന് കരം കൊടുത്ത് പറയുമോ, ചിലതൊക്കെ നടക്കാൻ പോവാ. Something will happen. ചിലതൊക്കെ നടക്കാൻ പോവാ. Something will happen. ചിലതൊക്കെ നടക്കും. Because I am walking by faith. കാരണം ഞാൻ വിശ്വാസത്താൽ നടക്കുക. Hallelujah. Praise God. Something will happen. Hallelujah. Amen. Amen. What will happen? എന്ത് നടക്കും? I'm going to tell you what will happen. നടക്കാൻ പോകുന്നത് ഞാൻ പറയാം. Moses stood in front of the river Jordan, of the Red Sea. മോശെ ചെങ്കടലിന് മുമ്പിൽ നിന്നു. He prayed പ്രാർത്ഥിച്ചു. and the Red Sea parted. ഹല്ലേലൂയ. ചെങ്കടൽ പിളർന്നു. Joshua put his foot down and the Jordan parted. ഹല്ലേലൂയ. ജോഷുവ ചുവട് വെച്ചപ്പോൾ ജോർദാൻ പിളർന്നു. What did Jesus do? യേശു എന്ത് ചെയ്തു? He walked over the water. ഹല്ലേലൂയ. യേശു എന്ത് ചെയ്തു? That's the God we serve. ആമേൻ. യേശു വെള്ളത്തിന് മേൽ നടന്നു. ആ ദൈവത്തെ നമ്മൾ സേവിക്കുന്നത്. Hallelujah. Praise the Lord. I want to say that again. Praise the Some Lord. of you didn't listen very well. ഹല്ലേലൂയ. Jesus walked over the water. യേശു വെള്ളത്തിന് മേൽ നടന്നു. Let me ask you, ഞാൻ ചോദിക്കട്ടെ, comparatively, whose prayer would God hear most? Jesus, Joshua, or Moses? യേശുവോ മോശെ ജോഷുവോ ആരുടെ പ്രാർത്ഥനയാ കൂടുതൽ ദൈവം കേൾക്കട്ടെ? Am I right? ആമേൻ. Then why didn't he spend so much of time praying to God? Oh, please part the river that I may walk through it. Why didn't he say that? ഹല്ലേലൂയ. എന്തുവാ ഇതിനെ പാർട്ടിയുടെ ഞാൻ നടക്കാൻ സഹായിക്കണം എന്തുകൊണ്ട് പ്രാർത്ഥിച്ചില്ല? Why didn't he say that? Why didn't he say, I will take a step of faith? ഞാൻ Let the Jordan part, oh God, my Father. Jesus didn't say that. ഹല്ലേലൂയ. കർത്താവേ, ഞാനിത് ജോഷുവ ചെയ്ത പോലെ ഞാനൊരു ചുവട് എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കർത്താവിനോട് പ്രാർത്ഥിച്ചില്ല പിതാവിനോട്. He's only said one thing. ഒരു കാര്യം മാത്രം പറഞ്ഞു. You have kept a body for me. I come to do your will. ഹല്ലേലൂയ. എനിക്കൊരു ശരീരം ഒരുക്കിയിരിക്കുന്നു. നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ വരുന്നു. I walk over the water. ഞാൻ വെള്ളത്തിന്മേൽ നടക്കും. Church, you're called to walk over the water. സഭയെ നിന്നെ വിളിക്കുന്ന വെള്ളത്തിന്മേൽ നടക്കാൻ. No difficulty can push you down. ഒരു പ്രതികൂലവും നിന്നെ താഴ്ത്താൻ പറ്റത്തില്ല. When Jesus walks over water, യേശു വെള്ളത്തിന്മേൽ the നടന്നപ്പോൾ fish will give way. ഹല്ലേലൂയ. അതെ, മത്സ്യം വഴിമാറി കൊടുക്കും. They say, oh, the master is coming. He's walking over me. ഹല്ലേലൂയ. ഓ, മീൻ സന്തോഷത്തോടെ പറയും, യജമാനൻ വരുന്നു, നമുക്ക് വഴിമാറാം. My creator is walking over me. എന്റെ സൃഷ്ടാവ് എന്റെ മേൽ നടക്കുക. At that time, some of the fish will come and touch Jesus' feet like this. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്ന നേരം അനേകം മത്സ്യങ്ങൾ വന്ന് യേശുവിന്റെ പാദത്തെ ചുംബിച്ചു കാണും. Master, you are praying the whole night. ഹല്ലേലൂയ. യജമാനനെ അങ്ങ് രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു. Would you like to have some food? അങ്ങേക്ക് ഭക്ഷണം വേണോ? So Jesus said, what can you give me? എന്ത് തരാൻ പറ്റും നിനക്ക്? Some of the fish said, take me. ഹല്ലേലൂയ. ചില മീൻ പഞ്ചമായി പറഞ്ഞു കാണും, എന്നെ എടുത്തു കർത്താവേ, Cut me എന്നെ മുറിച്ചോ, and satisfy yourself. അങ്ങേ തന്നെ തൃപ്തിപ്പെടുത്തിക്കോ. Hallelujah. Hallelujah. The fish know the greatness of the master. ഓ, മീന് ഹല്ലേലൂയ ദൈവത്തിന്റെ മഹത്വം അറിയും. As the master was walking over the water, യജമാനൻ വെള്ളത്തിന്മേൽ some നടന്നപ്പോൾ serpents came that way. ചില പാമ്പുകൾ വന്ന് കാണും. The minute they saw it was Jesus, ഹല്ലേലൂയ. യേശുവാണെന്ന് മനസ്സിലായപ്പോൾ they moved away. അവർ മാറിപ്പോയി. When you walk with Jesus on the water, യേശുവിനോടൊപ്പം നിങ്ങൾ വെള്ളത്തിന്മേൽ നടക്കുമ്പോൾ no witchcraft can touch you. ഒരു ആഭിചാരവും നിന്നെ തൊടത്തില്ല. The Bible says no witchcraft can touch you. അല്ല, ദൈവവചനം പറയുന്ന ആഭിചാരം നിനക്ക് പറ്റത്തില്ല. No witchcraft will stand against you. ഒരു ആഭിചാരവും നിനക്കെതിരെ നിൽക്കത്തില്ല. Praise the Lord. Praise the Lord. Hallelujah. Amen. No witchcraft can touch you. ഒരു ആഭിചാരവും നിനക്കെതിരെ നിൽക്കത്തില്ല. I said this, I want to tell you one more time. ഒരു കാര്യം കൂടെ പറയാം. I knew a person എനിക്കൊരു വ്യക്തി അറിയാം. who was somebody looking for our church running around. ഹല്ലേലൂയ. He was very powerful in the spirit. Praise the Lord. ആത്മാവിൽ ശക്തനായ ഒരു വ്യക്തി He would ഓടി speak നടക്കുന്നു. always in tongues. അന്യഭാഷ പറയുന്ന. But when he sees a temple, a Hindu temple or something, അല്ലെ, എന്നാൽ ആ വ്യക്തി ഒരു ഹിന്ദു ടെമ്പിൾ വല്ലതും കാണുമ്പോൾ he would immediately keep quiet. മിണ്ടാതിരിക്കും. For example, let us say he was speaking in tongues. ഒരു പക്ഷേ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ But the minute he sees the temple, Praise the Lord. the minute he goes out of the temple, suddenly he again says, എന്നാലും അമ്പലം കഴിയുമ്പോൾ പിന്നെ ആത്മാവിൽ ശക്തനാവും. somebody is looking for the church, I think this one. ഹല്ലേലൂയ. What is that? ഹല്ലേലൂയ. എന്താണത്? That is fear. അതാണ് ഭയം. You are carrying the Lord himself with you. നിങ്ങൾ കർത്താവിനെ തന്നെ വഹിക്കുന്നവരാണ്. Jesus walked on the water because he was God himself in the flesh. ആമേൻ. ജഡത്തിൽ വെളിപ്പെട്ട ദൈവമായതുകൊണ്ടാണ് യേശു വെള്ളത്തിന്മേൽ നടന്നത്. How many of you carry Jesus in your heart? എത്ര പേര് നിങ്ങളുടെ ഹൃദയങ്ങളെ യേശുവിനെ വഹിക്കുന്നു? How many of you are in love with him? എത്ര പേര് യേശുവിനെ സ്നേഹിക്കുന്നു? Hallelujah. Let me explain something to you. ഒരു കാര്യം You വിശദീകരിക്കാം. know, he's my friend.
ഇതെന്റെ ഫ്രണ്ടാണ്, You're all my friends. നിങ്ങളെല്ലാം എന്റെ സുഹൃത്തുക്കളാണ്. But there is an intimacy which he has with his wife, എന്നാൽ ഈ വ്യക്തിക്ക് തന്റെ ഭാര്യയുമായിട്ട് അതിലെടുത്തൊരു ബന്ധമുണ്ട്. which is greater, ഏതാണ് കൂടിയത്? an intimacy or a friendship. ഹല്ലേലൂയ. ഒരു സുഹൃത്ത് ബന്ധമാണോ അതിൽ ശ്രേഷ്ഠമായ ഒരു ബന്ധമാണോ? What do you think? ഹല്ലേലൂയ. For many people, Jesus is their friend. അനേകർക്ക് യേശു സ്നേഹിതനാ. When they are in trouble, പ്രയാസത്തിലാവുമ്പോൾ, Jesus, are you busy now? യേശുവേ അങ്ങ് തിരക്കാണോ? I have a prayer request. എനിക്കൊരു പ്രാർത്ഥന ആവശ്യമുണ്ട്. Thank you. താങ്ക് യു. That's it. അത്രേ ഉള്ളൂ. But if you have an intimacy with Jesus, എന്നാൽ യേശുവുമായിട്ട് അടുത്ത church, ബന്ധമുണ്ട്. even before the problem comes, he knows it. ആമേൻ. പ്രശ്നം വരുന്നതിന് മുമ്പേ നിങ്ങൾക്ക് അറിയാം. And he tells you. കർത്താവ് പറയും. Sometimes he tells you. ചിലപ്പോൾ മുന്നമേ You may be അറിയിക്കും. going through the toughest times of your life, നിങ്ങളുടെ ജീവിതത്തിലെ പ്രതികൂലത്തിലൂടെ പോകുമ്പോൾ, but he's ever with you. എപ്പോഴും കർത്താവ് കൂടെ ഉണ്ട്. He'll never leave you. ഒരിക്കലും നിങ്ങളെ വിട്ടുമാറുന്നില്ല. Some of you make mistakes. ചിലപ്പോൾ അബദ്ധം പറ്റും. And the minute you make mistakes, you let go of God. അബദ്ധം പറ്റുമ്പോൾ നമ്മൾ കർത്താവിനെ വിട്ടുമാറും. God has left me. ദൈവം എന്നെ വിട്ടു. Wrong. തെറ്റാ. God didn't leave you. ദൈവം വിട്ടിട്ടില്ല. You left him. നിങ്ങൾ ദൈവത്തെ വിട്ടു. God will never leave you. ദൈവം നിങ്ങളെ ഒരു നാളും വിടത്തില്ല. We think that God holds on to us because we are righteous. നമ്മൾ ചിന്തിക്കും നമ്മൾ നല്ലവരായതുകൊണ്ട് ദൈവം നമ്മളെ പിടിക്കുന്നതെന്ന്. God is not holding on to us because we are righteous. God is holding on to us because he has a covenant with us. ആമേൻ. നമ്മൾ നല്ലവരായതുകൊണ്ടല്ല, നമ്മളുമായിട്ട് ഉടമ്പടി ഉള്ളതുകൊണ്ടാണ് ദൈവം നമ്മളെ പിടിക്കുന്നത്. Hallelujah. We are in the new covenant. നമ്മൾ പുതിയ നിയമത്തിലാണ്. We are called to walk on water. വെള്ളത്തിന്മേൽ നടക്കാൻ വിളിക്കപ്പെട്ടവർ. Not to put our foot and wait for things to happen. Joshua is the old covenant. അല്ല, യോശുവ പഴയ നിയമമാ. The new covenant is Jesus. പുതിയ നിയമം യേശുവാ. I don't know about you. നിങ്ങളെ പറ്റി അറിയത്തില്ല. I will not settle for anything less than the best. ഏറ്റവും നല്ലത് കുറഞ്ഞ ഒന്നുകൊണ്ട് ഞാൻ അതിനെ സെറ്റിൽ ചെയ്യത്തില്ല. I don't want Moses. എനിക്ക് മോശെ വേണ്ട. I don't want Joshua. എനിക്ക് ജോഷുവയെ വേണ്ട. I don't even want Abraham. എനിക്ക് അബ്രഹാമിനെ വേണ്ട. I want the lover of my soul. എന്റെ ആത്മസ്നേഹിതനെയാണ് എനിക്ക് വേണ്ടത്. I want to walk with him every day. എനിക്ക് അവനോട് കൂടെ ഓരോ ദിവസം നടക്കണം. With him I want to walk on the water. ഓ, അവനോടൊപ്പം എനിക്ക് വെള്ളത്തിൽ മേൽ നടക്കണം. If you are a child of God, നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. don't stand in front of the mountain. ഓ, മലയുടെ മുമ്പിൽ നിൽക്കല്ലേ. Don't calculate the depth of the height of the mountain. ഓ, മലയുടെ ഉയരം കണക്കാക്കണ്ട. A lot of people do that. അനേകരെ ചെയ്യും. When they come in front of the mountain, മലയുടെ മുമ്പിൽ വരുമ്പോൾ they call the pastor. പാസ്റ്ററെ വിളിക്കും. Pastor, this mountain has 50 feet height. പാസ്റ്ററെ, ഈ മല 50 അടി ഉയരമുള്ളതാണ്. And this is 10,000 feet wide. ഇതിന് 10,000 അടി വൈഡാണ്. I never thought God will do this to me. ഇത്രയും എനിക്ക് വരുമെന്ന് ഞാൻ ചിന്തിച്ചില്ല. But a new covenant believer says, എന്നാൽ പുതിയ നിയമ വിശ്വാസി പറയും, Pastor, I see a big mountain. പാസ്റ്ററെ, ഒരു വലിയ മല ഞാൻ കാണുന്നു. Here is an opportunity for me to fly over it. എന്നാൽ ഇതിനു വേണ്ടി പറക്കാൻ ഒരു അവസരം. Child of God, I want you to know every obstacle that God allows in your life is for you to fly higher. ആമേൻ, ആമേൻ. ദൈവവേദനയിലെ ദൈവം നിങ്ങൾക്ക് അനുവദിക്കുന്ന ഓരോ തടസ്സങ്ങളും അതിന്റെ മേൽ പറക്കാനുള്ള അവസരമാണ്. God is speaking faith to you. നിങ്ങളുടെ മേൽ വിശ്വാസം ദൈവം സംസാരിക്കുക. If you are in trouble, it is an opportunity to fly even higher. നിങ്ങൾക്ക് ഒരു പ്രതികൂലം വരുന്നെങ്കിൽ ഉയരെ പറക്കാനുള്ള അവസരമാണ്. If it is an obstacle, you are called to fly higher. തടസ്സമാണെങ്കിൽ അധികം ഉയർത്തി പറക്കാനുള്ള അവസരം. Some of you say, Pastor, we have heard this. ചിലർ പറയും, പാസ്റ്റർ, നിങ്ങൾ കേട്ടിട്ടുണ്ട്. But we are telling you again. ഞാൻ വീണ്ടും പറയാം. Because many of you are standing in front of that obstacle. നിങ്ങളിൽ പലരും പ്രതികൂലത്തിന്റെ മടിയിൽ നിൽക്കുകയാണ്. Shall I tell you what an obstacle is? ഞാൻ പറയുന്നത് എന്താണ് തടസ്സം? Many of you are waiting for something to happen. എന്തെങ്കിലും നടക്കാൻ നിങ്ങൾ കാത്തിരിക്കുക. What are you waiting for? എന്തിനു വേണ്ടി കാത്തിരിക്കുന്നത്? You are called to make things happen. നിങ്ങളാണ് കാര്യങ്ങളെ സംഭവിപ്പിക്കുന്നത്. Sometimes I wish I was in the IT industry. ചിലപ്പോൾ ഞാൻ വിചാരിക്കും IT ഇൻഡസ്ട്രിയിൽ പോയാൽ. Oh my God, so many ideas are right here. അവിടെ ഒരുപാട് ആശയങ്ങളുണ്ട്. Hallelujah. Hallelujah. Fertile minds. നല്ല ഫലഭൂയിഷ്ടമായ മനസ്സുകൾ. And it brings so many good ideas for the people. ആളുകൾക്ക് വേണ്ടി നല്ല ആശയങ്ങൾ അവർ. When you have new ideas, do it, brother. നല്ല ആശയങ്ങൾ ചെയ്യണം സഹോദരാ. Try it out. ഹല്ലേലൂയ, ചെയ്യുക. The Lord will patent it for you. ദൈവം അത് ചെയ്യും, നിർത്തിച്ചു തരും. That could be your pot of gold. അതായിരിക്കും നിങ്ങളുടെ സ്വർണ്ണഖനി. Speaking to you today. സംസാരിക്കുക. God puts you in the right place at the right time. ശരിയായ സ്ഥലത്ത് ശരിയായ സമയത്ത് ദൈവം നിങ്ങളെ It is ആക്കിയിരിക്കുന്നു. God. ദൈവമാണ് ചെയ്തത്. We go by faith, വിശ്വാസത്താൽ നമ്മൾ പോകുന്നു, not at sight. കാഴ്ചയാലല്ല. Hallelujah. ഹല്ലേലൂയ. So Abraham went forward. അബ്രഹാം മുന്നോട്ട് പോയി. We were talking about Abraham. അബ്രഹാമിനെ പറ്റി നമ്മൾ പറഞ്ഞു. And God said something new for him. അബ്രഹാം പുതിയൊരു കാര്യം ചെയ്തു. He made rivers in the desert for Abraham. അബ്രഹാമിന് വേണ്ടി മരുഭൂമിയിൽ ദൈവം നദികൾ പുറപ്പെട്ടു. God made rivers in the desert for all his children. തന്റെ മക്കൾക്ക് വേണ്ടി മരുഭൂമിയിൽ നിർജ്ജന ദേശത്ത് ഹല്ലേലൂയ ദൈവം വെള്ളം തുറന്നു. Some of you do not know what to do. ചിലർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. Some of you are struggling even to believe. ചിലർ വിശ്വസിക്കാൻ പോലും I ബുദ്ധിമുട്ടാണ്. have good news for you today. ഞാൻ പറയട്ടെ. How many of you know how to breathe? എത്ര പേർക്ക് ശ്വാസം വിടാൻ അറിയാം? Try. ഒന്ന് ശ്വാസം വിട്ട് നോക്കിയേ. Breathe. ശ്വസിച്ചേ. Spiritually, breathing is prayer. ഹല്ലേലൂയ. ആത്മീയമായി പറയുമ്പോൾ ശ്വാസം വിടുന്നത് When you പ്രാർത്ഥന. see that
obstacle in front of you, നിങ്ങളുടെ മുമ്പിലുള്ള പ്രതികൂലം കാണുമ്പോൾ increase your prayer. പ്രാർത്ഥന വർദ്ധിപ്പിക്കുക. You're about to fly high. നിങ്ങൾ ഉയരെ പറക്കാൻ പോവാ. How many of you have traveled by plane? എത്ര പേര് പ്ലെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ട്? Hallelujah. What happens before the takeoff? അല്ലെ ടേക്ക് ഓഫിന് മുമ്പ് എന്താ The നടക്കുന്നത്? pilot gives you the message, fasten your seat belts. അല്ലെ സീറ്റ് ബെൽറ്റ് ഇടാൻ പറയും. We're ready to take off. നമ്മൾ ഉയരാൻ പോവാ. Something happens inside the plane. പ്ലെയിനകത്ത് ചില കാര്യങ്ങൾ നടക്കുക. The engines begin to get speedier. എഞ്ചിൻ അതിന്റെ പൂർണ്ണ സ്പീഡിൽ It വന്നു. starts moving faster. വലിയ സ്പീഡിലേക്ക് പോവുകയാണ്. And before you know, you take off. എന്നാൽ ടേക്ക് ഓഫ് ഇതിനു മുമ്പ് In front of obstacles, തടസ്സത്തിന്റെ മുമ്പ് you are called to take off. ഹല്ലേലൂയ തടസ്സങ്ങളുടെ മുമ്പിൽ നിങ്ങളെ ഉയരെ പറക്കാൻ. If you don't know how to drive, ഡ്രൈവ് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ there is somebody standing right next to you. നിങ്ങളുടെ അടുത്ത് അറിയാവുന്ന ഒരാളുണ്ട്. He knows how to lift you up and fly. എങ്ങനെ ഉയർത്തി പറപ്പിക്കാമെന്ന് അദ്ദേഹത്തിന് അറിയാം. If you did not have obstacles in your life, നിങ്ങളുടെ ജീവിതത്തിൽ പ്രതികൂലമില്ലെങ്കിൽ probably you would have never got onto the plane. നിങ്ങൾ പ്ലെയിനെ കയറത്തില്ലായിരുന്നു. Let me ask you, how many of you are in the kingdom of God because you had some difficulty or problem in your life? അല്ലല്ലേ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രതികൂലം വന്നതുകൊണ്ട് ദൈവരാജ്യത്തിൽ വന്ന എത്ര പേരുണ്ട്? Let me see your hands. Come on, there's nothing to be അങ്ങനെയുള്ളവരെ ashamed കരം of. ഉയർത്തിയാട്ടെ. Hallelujah. Praise the Lord. I was born again at a very young age. ഞാൻ ചെറിയ പ്രായത്തിൽ വീണ്ടും But ജനിച്ചതാണ്. I was playing hide and seek with God. ഞാൻ അല്ലല്ലേ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാൻ. And so a lot of things happened in my life. അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യം നടന്നു. God said, get into the plane forever. ദൈവം പറഞ്ഞു എന്നേക്കുമായി പ്ലെയിനിൽ കയറ്. Why do you want to travel long distance in a car? I'll buy you a plane. Come on, ദീർഘദൂര യാത്ര എന്തിനാ കാറിൽ പോകുന്നത്? എന്റെ കൂടെ വാ. I'm going to buy you a plane. ഞാൻ നിനക്ക് പ്ലെയിൻ വാങ്ങിച്ചു തരാം. Hello. ഹല്ലേലൂയ. The plane is Jesus himself. ആ പ്ലെയിൻ യേശു തന്നെയാ. Message is God is doing a new thing. ഹല്ലേലൂയ. സന്ദേശം ഇതാണ്, ദൈവം നിനക്ക് വേണ്ടി ഒരു പുതിയ കാര്യം And ചെയ്യുന്നു. we are getting into that new thing through faith. വിശ്വാസത്താലാണ് ആ പുതിയ വണ്ടിയിലേക്ക് കയറുന്നത്. By faith you can command the mountain to go and it will go. വിശ്വാസത്താൽ മലയോട് കൽപ്പിച്ചാൽ മല പോകും. The Bible says whatever you want you ask and you declare and it shall come to you. ദൈവവചനം പറയുന്നു നിന്റെ ആവശ്യങ്ങളൊക്കെ ലഭിച്ചെന്ന് വിശ്വസിപ്പീൻ, അതങ്ങനെ നിനക്കുണ്ടാകും. How many people have a need here this morning? എത്ര പേർക്ക് ഒരു ആവശ്യമുണ്ട്? Some need in your life. ഏതെങ്കിലും ഒരു ആവശ്യമുള്ളവരെ Start speaking it out and declaring it in Jesus' name. ഹല്ലേലൂയ. ആ വിഷയത്തോട് സംസാരിക്കുക യേശുവിന്റെ നാമത്തിൽ. The Bible says ദൈവവചനം പറയുന്നു whatever things you ask in prayer, നിങ്ങൾ പ്രാർത്ഥന എന്ത് ചോദിച്ചാലും believe that you have received it നിങ്ങൾക്ക് അത് ലഭിച്ചെന്ന് and you വിശ്വസിക്കുക. shall have them. നിങ്ങൾക്കത് ഉണ്ടാകും. That is an act of faith. അത് വിശ്വാസത്തിന്റെ പ്രവൃത്തിയാണ്. It is not an act of right and wrong. അത് തെറ്റിന്റെ ശരിയുടെ കാര്യമല്ല. Is it okay? ശരിയാണോ? Can I ask for the thing to happen? ഇത് നടക്കാൻ ചോദിക്കാൻ പറ്റുമോ? If I want something, am I being carnal? ഹല്ലേലൂയ. ഞാൻ ചോദിച്ചാൽ ഞാൻ ജഡികനാകുമോ? All those things come from legalistic people. ഇതെല്ലാം ന്യായപ്രമാണത്തിന്റെ ആത്മാവാണ്. I've seen legalistic people, they never prosper. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരെ വർദ്ധിക്കുന്നത് They're കാണുന്നില്ല. only talking about the right thing to do. ഞാൻ ഹല്ലേലൂയ ശരിയായ കാര്യം ചെയ്യുന്നതിനെ പറ്റി And മാത്രമേ they പറയത്തുള്ളൂ. never do the right thing. അവർ ശരിയായ കാര്യം ചെയ്യത്തില്ല. But there is another breed or race of people God is raising up. എന്നാൽ വേറൊരു തലമുറ ദൈവം എഴുന്നേൽപ്പിക്കുക. They are not looking into the tree of right and wrong. അവർ തെറ്റിന്റെ ശരിയുടെ വൃക്ഷത്തെ നോക്കുകയല്ല. They are looking into the tree of life. അവർ ജീവന്റെ വൃക്ഷത്തെ നോക്കുക. Every day they go there and take that life. അവർ ഓരോ ദിവസവും പോയി ആ വൃക്ഷത്തിന്റെ ഫലം And they go ഭുജിക്കുക. by faith. അവർ വിശ്വാസത്താൽ പോവുക. They will not allow this tree to stop them. ആ ട്രീ അവരെ തടയാൻ സമ്മതിക്കത്തില്ല. Hallelujah. Amen. God is building something new in your life. I'm telling you prophetically. പ്രാവചനികമായി പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിലെ പുതിയ കാര്യങ്ങൾ ദൈവം ചെയ്യുക. It's going to happen. അത് നടക്കാൻ പോവാ. Shortly you will see more leaders in the church rising. പെട്ടെന്ന് അനേക നേതാക്കന്മാർ ഇവിടെ You will see എഴുന്നേൽക്കണം. these children doing things. കുഞ്ഞുങ്ങളെ ദൈവം ഉപയോഗിക്കും. This morning I saw a baby coming with his violin. ഈ മോൻ വയലിൻ കൊണ്ടുവന്ന് കാണും. And vannu. And he was playing that. അവൻ അത് കളിച്ച് അത് പ്ലേ ചെയ്തു. And I asked this little fellow to hold a mic to that violin. ഈ കുഞ്ഞ് ആ വയലിനൊരു മൈക്ക് പിടിച്ചു കൊടുത്തു. The beginning of new things. ചെറിയ ചെറിയ കാര്യങ്ങൾ, പുതിയ കാര്യങ്ങൾ. It is happening. അത് നടക്കുക. God is doing it. ദൈവം അത് ചെയ്യുക. God is doing great things. വലിയ കാര്യങ്ങൾ ദൈവം The ചെയ്യുക. other day I had a prophecy. കഴിഞ്ഞ ദിവസം വേറൊരു പ്രവചനം ഉണ്ടായി. Expect new things. പുതിയ കാര്യങ്ങൾ പ്രവചിക്കുക. Stop expecting the past. It is over. കഴിഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞു, അതിനെ വിടുക. Forget the past. കഴിഞ്ഞ കാര്യങ്ങളെ വിടുക. Wives, don't remind your husbands of the past. It's over. ഭാര്യമാരെ ഭർത്താക്കന്മാരെ പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കരുത്. The husbands want to really fly high. ഹല്ലേലൂയ. ഭർത്താക്കന്മാർ ഉയരെ പറക്കാൻ You ആഗ്രഹിക്കുന്നു. know, I've heard many wives telling their husbands, അനേക ഭാര്യ ഭർത്താക്കന്മാർ ഇങ്ങനെ പറയും, you were a failure at once upon a time. ഒരിക്കൽ നീ പരാജയപ്പെട്ടതാ. Tell your wife, ഭാര്യയോട് പറയും, my God makes things new. എന്റെ ദൈവം പുതിയ കാര്യങ്ങൾ ചെയ്യുന്നവൻ. He does new things. അവൻ പുതിയ കാര്യങ്ങൾ ചെയ്യും. I've heard husbands making fun of wives saying of some mistake they did 20 years ago. ഹല്ലേലൂയ. ഭാര്യമാർ ചെയ്ത അബദ്ധത്തിന് ഭർത്താക്കന്മാർ അവരെ കളിയാക്കുന്നു. Tell them it's a new thing. അവരോട് പറയണം പുതിയ കാര്യം ചെയ്യാൻ My പോവാ. God is doing a new thing. എന്റെ ദൈവം പുതിയ കാര്യം ചെയ്യുന്നു. The devil reminds you of things which he made you to do and you fell in the past. കഴിഞ്ഞ കാര്യങ്ങളിൽ പിശാച് നിങ്ങളെ കൊണ്ട് ചെയ്യിച്ച് നിങ്ങൾ പരാജയപ്പെട്ടതായ കാര്യങ്ങൾ പിശാച് നിങ്ങളെ ഓർമ്മിപ്പിക്കും. Tell the devil to shut up. പിശാചിനോട് പറയാം മിണ്ടാതിരിക്കണം. Tell, behold, I do new things. ഹല്ലേലൂയ. കർത്താവ് പറയുന്നു പുതിയ കാര്യം കർത്താവ് I'm ചെയ്യാൻ going to പോകുന്നു. focus on new things. പുതിയ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. Today you can decide you want to do a new thing to the Lord
or you want to get left behind? ഹല്ലേലൂയ. നിങ്ങൾ കർത്താവിന്റെ ഒരു പുതിയ കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. As we step out of the church, നമ്മൾ ചർച്ചിൽ നിന്ന് പുറത്തു പോകുമ്പോൾ, as we are going to have a wonderful fellowship today in food, നമ്മൾ ആഹാരത്തിൽ നമുക്കൊരു നല്ല കൂട്ടായ്മ I ഉണ്ട്. want you to go out as fresh new people. ഹല്ലേലൂയ. പുതിയ ആളുകളായിട്ട് ഇവിടുന്ന് പോകണം. Leave the past. കഴിഞ്ഞതിനെ തള്ളിക്കളഞ്ഞ്, It's all over. Your failures, നിങ്ങളുടെ പരാജയങ്ങൾ, mistakes, അബദ്ധങ്ങൾ, it's all over. ഇതെല്ലാം കഴിഞ്ഞു. What is inside you is a new creation. നിങ്ങളുടെ ഉള്ളിലുള്ളത് പുതിയ സൃഷ്ടിയാ. Hallelujah. Can we close our eyes നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. and tell Lord, I am done with the old. കർത്താവേ, ഞാൻ പഴയതെല്ലാം നിരാകരിക്കുന്നു. I'm doing something new. ഞാൻ പുതിയ ചെയ്യാൻ പോവുകയാണ്. Something new. പുതിയത് ചെയ്യുക. I want you to pray like this. ഇങ്ങനെ പ്രാർത്ഥിക്കണം. Do something new in my life. Something new in my life. Something new in my life. Oh Lord, do something new in my life. Yes.